ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പണ്ട് സ്കൂളിൽ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് അവധിക്കാലത്ത് എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകും. മിക്കവാറും നമ്മുടെ അമ്മ വീട്ടിലാവും പോകുന്നത്. അതിന് നമ്മൾ ആ അവധിക്കാലം മുഴുവൻ കളിച്ച് നടക്കും. നമ്മൾ സാറ്റ് കളിക്കും. എൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. നമ്മൾ സാറ്റ് കളിക്കും, അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് കളിക്കും, അല്ലെങ്കിൽ കക്ക് കളിക്കും, കൊത്തങ്കല്ല് കളിക്കും. അങ്ങനെ ആ വെക്കേഷൻ നമ്മൾ കളിച്ച് അടിച്ചു പൊളിച്ച് അങ്ങ് തീർക്കും. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സിൽ 10 +1 +2 ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പഠിത്തത്തിൽ ആ വെക്കേഷൻ കൂടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാ കുട്ടികളും ചെയ്യാറുള്ളത്. എന്നാൽ പൂജ പറഞ്ഞ കുട്ടി വെക്കേഷൻ എന്താ ചെയ്തതെന്നറിയോ? +1 വെക്കേഷന് പൂജ വിവാഹം കഴിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒന്നും താല്പര്യമില്ലാത്ത ഒരാളെ, എന്ന് വെച്ചാൽ പൂജയുടെ പൂജ കാമുകന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടിപ്പോയിട്ട് ഒരു രജിസ്റ്റർ മാരേജ് കഴിച്ചു. അമ്പലത്തിൽ വെച്ചിട്ടും വിവാഹം കഴിച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാരൊക്കെ പതുക്കെ സൂത്രത്തിൽ ഈ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് നിന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നതോടുകൂടെ നമ്മളത് റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് എല്ലാവരും കണ്ട് ആഘോഷിക്കും. പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഓപ്ഷനൊന്നും ഇല്ല. അപ്പം ഇത് എന്താ എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ റീൽസ് ഇട്ടിരുന്നു. ഈ പെൺകുട്ടി നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 6ലോ 7ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് മാത്രം തോന്നുന്ന ഒരു പെൺകുട്ടി. +1 വെക്കേഷനാണ് ആ കുട്ടിയുടെ. പക്ഷെ 18 വയസ്സിൻ്റെതാണ് പറയുന്നത്. ചിലപ്പോൾ ആ കുട്ടീനെ 6ാം ക്ലാസ്സിലൊക്കെ 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ 1ാം ക്ലാസ് ചേർത്തതായിരിക്കാം. എന്തായാലും ആ കുട്ടി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച പയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ബോഡി ഷേമിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നല്ല. എന്തായാലും നമ്മൾ പുറത്തൊക്കെ ഈ വെറുതെ അലമ്പായിട്ട് നടക്കുന്ന കുട്ടികളില്ലേ, ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ കുറേ സിഗരറ്റൊക്കെ വലിച്ചിട്ട് തോന്നിയ പോലെ ഇങ്ങനെ ബൈക്കിലൊക്കെ കറങ്ങി പണി ഒന്നുമില്ലാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് വെറുതെ സമയം കളയുന്ന പയ്യന്മാരില്ലേ, അങ്ങനത്തെ ഒരു പയ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരാളെയാണ് അമൽ. ആ പയ്യനെയാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരുപാട് ഇന്റർവ്യൂസ്, ഇപ്പോഴത്തെ ചാനലുകാരെന്ന് പറഞ്ഞാൽ കുറേ മഞ്ഞ ചാനൽ, കുഞ്ഞു ചാനലുണ്ടല്ലോ, ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു. അപ്പോൾ അതിൽ ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ടോർച്ചറും ഈ വിവാഹത്തിന് അവരെ എതിർത്തതും. അപ്പോൾ ഇവരുടെ പ്രണയകഥയൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ പ്രണയകഥ എന്ന് പറഞ്ഞാൽ ഇവർ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, ഈ പെൺകുട്ടി 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയൊരു പ്രണയമാണിത്. അന്ന് ഈ പെൺകുട്ടി ഈ പയ്യന്റെ കൂടെ സ്കൂളും ക്ലാസ്സും കട്ട് ചെയ്തിട്ട് പോവുണ്ടായി. അവരേതോ കല്യാണത്തിന് ഈ പയ്യൻ വിളമ്പാൻ വന്നപ്പോഴത്തെ പരിചയപ്പെട്ടതായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോൾ സ്കൂളിലൊക്കെ അറിഞ്ഞു, വീട്ടിലറിഞ്ഞു. അപ്പൊ ഈ പയ്യൻ തട്ടിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് കൊടുത്തു. അന്നാ പെൺകുട്ടി 8ാം ക്ലാസ്സിലോ 9ലോ പഠിക്കുമ്പോൾ എത്ര പ്രായം ഉണ്ടാവും നമുക്ക് ആലോചിച്ചറിയാം. അങ്ങനെ ഈ പയ്യനെ റിമാൻഡ് ചെയ്തു. ഈ പയ്യൻ കുറേ ദിവസം ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടന്നു. ഈ പയ്യൻ തിരിച്ചിറങ്ങി. ഈ പെൺകുട്ടി ആ പയ്യന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അത്രേ. എന്നിട്ട് അവർ തമ്മിൽ വീണ്ടും ഇഷ്ടത്തിലായി. വീട്ടുകാരൊക്കെ എതിർത്തുകൊണ്ട് ഇവർ രഹസ്യമായിട്ട് കാണാനൊക്കെ തുടങ്ങി. വീട്ടിലൊക്കെ ആകെ പ്രശ്നമായി. അവരൊരുപാട് എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ പെൺകുട്ടി, ഇന്നത്തെ കാലത്ത് എത്ര എതിർത്തിട്ടും കാര്യമില്ല, മൊബൈൽ ഫോണൊക്കെ വ്യാപകമാണ്, രഹസ്യമായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇവർ ഈ ബന്ധം തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ +1 കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയ സമയത്ത് ഈ പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുകയായിരുന്നു. കുറച്ച് മാറ്റി നിർത്തിയാലൊക്കെ ഈ കുട്ടിയുടെ മനസ്സ് മാറിച്ചിട്ട് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയതായിരുന്നു. ഈ പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുന്നു, ഈ പയ്യൻ വന്നിട്ട് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു, ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. പൂജ, അമൽ. അങ്ങനെ ഇവരുടെ ആ ഭയങ്കര എന്താ പറയുക, ആ ഒരു അനശ്വര പ്രണയം സക്സസ് ആവുന്നു. അങ്ങനെ ഇവർ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോഴത്തെ എല്ലാ ആളുകളും എങ്ങനെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ, വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ സപ്പോർട്ടില്ലാതെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത സമയത്ത് വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ചാൽ, അവർ ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അവർക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും, അവർ ഭയങ്കര സെലിബ്രിറ്റികളൊക്കെ ആയിരിക്കും. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അതേപോലെ തന്നെ ഈ പൂജ, അമൽ എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അപ്പോൾ ആദ്യമൊക്കെ 1-2 വീഡിയോ ഒക്കെ ഇട്ടു. ആ കുട്ടി +1 റിസൾട്ട് വന്ന സമയത്ത് എല്ലാത്തിനും പാസ്സായി, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്ടു. ഇവർ രണ്ടുപേരും വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ചേട്ടാ, ചേച്ചി, നിങ്ങളുടെ ആ ഒരു സ്നേഹം അത്ര സക്സസ് ആയില്ലേ, സ്നേഹിച്ചവർ തമ്മിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ് എന്നൊക്കെയുള്ള കമന്റുകൾ വന്ന് ഒരുപാട് കമന്റുകൾ ഫാൻസിന്റെ ഭാഗത്തു നിന്ന് വന്നു. അപ്പൊ ഈ ചെറിയ പെൺകുട്ടീനെ, ഈ 8ഓ 9ഓ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ തോന്നിയ ഈ പെൺകുട്ടീനെ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കണം വെച്ചാല് ആ ഇട്ട കുട്ടികൾ എത്ര ചെറുതായിരിക്കണം എന്ന് ഓർക്കണം. അവരും ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരാണ് ഈ അനശ്വര പ്രണയത്തിനെയൊക്കെ വാഴ്ത്തുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരുപാട് കമന്റുകളൊക്കെ വന്നു. ചേച്ചിയുടെയും ചേട്ടന്റെയും ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണം എന്ന് പറഞ്ഞു, ഹോം ടൂർ കാണിക്കണം എന്ന് പറഞ്ഞു, ചേച്ചി സ്കൂളിൽ പോകുന്നത് കാണിക്കണം എന്ന് പറഞ്ഞു. ഈ കുട്ടി പിന്നീടും പഠിക്കാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നു. അപ്പൊ അവർ ആദ്യം തന്നെ ഹോം ടൂർ ചെയ്തു. ഞങ്ങളുടെ ഹോം ടൂർ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറെ പേര് കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വീട് കാണിക്കുമെന്നൊക്കെ ചോദിച്ചു, ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഉടക്കം കഴിഞ്ഞൊരു വീടാണ് ഇതാണ്. ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് ഞങ്ങളുടെ വീഡിയോസ് ഇട്ടിരുന്നത്. ഞങ്ങളുടെ ഷെഫ്, പിന്നെ പൊന്നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പൊന്നു സെറ്റ് ചെയ്യുന്നത്, ലൈറ്റ്, ട്രൈപോഡ്, ഞാൻ വീഡിയോ എടുക്കുന്ന സാധനം, പിന്നെ ഞങ്ങളുടെ ബെഡ്, പിന്നെ തുണിയൊക്കെ ഇടുന്നത്.
ഇതാണ് അച്ഛൻ്റെ അമ്മയുടെയും റൂം. അവരുടെ റൂമിലാണ് അലമാരയൊക്കെ ഉള്ളത്. പഴയ അലമാര. ഇതാണ് നമ്മുടെ അടുക്കള. ഞാൻ എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം വെച്ചിരുന്നത്. ഫ്രിഡ്ജ് വരുന്നത് ഇവിടാണ്. മഴ പെയ്യുമ്പോൾ തുണിയൊക്കെ ഇവിടെ വരും. പിന്നെ ഞാൻ ബാത്റൂം ഒക്കെ വരുന്നത് താഴെ വരുന്നു. അവിടെ തുണി കഴുകുന്നത് എല്ലാം ഹോം ടൂർ ഞാൻ കണ്ടു. കൃത്യമായിട്ട് വീടൊക്കെ കാണിക്കുന്നുണ്ട്, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, റൂമൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, ഈ പയ്യന്റെ ഏട്ടനുണ്ട്. ഏട്ടൻ വിവാഹം കഴിച്ചതാണോ അല്ലേ ഒന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ഉള്ളൊരു വീട്. അപ്പോൾ ആ വീടൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീടിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുപാട് അവസ്ഥകളിലൂടെ ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും കൊട്ടാര സമാനമായ വീടുകളോ നല്ല സാഹചര്യങ്ങളോ ഒന്നുമില്ല. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരുടെ വീടുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ പ്രൗഢി നിറഞ്ഞതാവണം എന്നില്ല. എന്തായാലും അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ അവർക്ക് കഴിയുന്ന പോലെ ആ അച്ഛനും അമ്മയും ജോലി ചെയ്ത് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഒന്ന് വെക്കാം, അങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീടാണ് ആ കുട്ടി കാണിച്ചു തന്നു നമുക്കൊക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി ഒരു പയ്യന്റെ കൂടെ പോയി, വീട്ടുകാർക്ക് അത് ഒരുപാട് നാണക്കേടും മാനക്കേടും സങ്കടവും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനവും ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അവരുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലെങ്കിലും ആ കുട്ടി അവിടെ കിടന്ന് എങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ഇവരൊരിക്കലും കാണേണ്ടി വരാറില്ല പണ്ടത്തെ കാലത്താണെങ്കിൽ. പിന്നെ ബന്ധുക്കളോടൊക്കെ അവളവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ വെറുതെയെങ്കിലും ഒരു ഭംഗിവാക്കെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നവർ ഉടനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുകൊണ്ട് ഇതിലൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും സ്വന്തക്കാരും ആ അച്ഛനെയും അമ്മയും പരിചയമുള്ള ആളുകളൊക്കെ കാണേണ്ട ഒരു അവസ്ഥയാണ്. അവരത് കാണുമ്പോൾ ബന്ധുക്കളുടെ കാര്യമൊക്കെ പോട്ടെ, അവരൊക്കെ തോന്നിയത് പറയുന്നവരും വെറുതെ മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നവരും ഒക്കെ ആയിരിക്കാം, അതൊക്കെ പോട്ടെ. പക്ഷെ ഈ അച്ഛനും അമ്മയും ആ പെൺകുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്ന് ഓർക്കുമ്പോണ്ടല്ലോ, നമ്മളുടെ ആരുമല്ല അവരെച്ചാലും നമ്മുടെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ ആ ഒരു കുട്ടീനെ നമ്മൾ ആ സ്ഥാനത്ത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. എത്രയോ നല്ലൊരു നിലയിൽ നല്ല വീട്ടിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണ് അതെന്ന് എനിക്ക് മുൻപൊക്കെ ഉള്ള ഇന്റർവ്യൂസിലൊക്കെ തോന്നിയിരുന്നു. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വന്ന കുട്ടി ഒരു വിവാഹം ഒരു വിധത്തിലും ചേരാത്ത എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട ലെവലിൽ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടം. ഞാൻ ആ വീടിനെ മോശമാക്കിയിട്ട് പറയുന്നതല്ല. ആ വീട് അവരെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, അവർ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അച്ഛനെയും അമ്മേനെയും സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ആ വീടിനെ മോശമാക്കി പറയുന്നതല്ല. പക്ഷെ ഈ പെൺകുട്ടി ജീവിച്ചിരുന്ന ഒരു സാഹചര്യം, പിന്നീട് അവരുടെ അച്ഛനും അമ്മയും സമൂഹത്തിന് മുന്നിൽ ഈ കുട്ടി ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആളുകൾ അറിയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാകുന്ന നാണക്കേട് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ എന്തായാലും അവരുടെ ഹോം ടൂർ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം അവർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. അപ്പോൾ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് എന്താന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിലാണ് അവരുടെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു റൂം, അവരുടെ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ അവർ തുണികളൊക്കെ മടക്കുന്നു, ബെഡ്ഷീറ്റ് വിരിക്കുന്നു, പുതപ്പൊക്കെ ചുരുട്ടി കൂട്ടി വെക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ അവർ അടിച്ചു വാരുന്നു, ആ പെൺകുട്ടി അടിച്ചു വാരുന്നു. എനിക്ക് പണിയൊന്നും ഇല്ല, മാത്രമേ ഉള്ളൂ പണി. ബാക്കി മാത്രം തൂപ്പ് കരിച്ചാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പ്ലീസ് സപ്പോർട്ട്. ശരിയാ, അന്നൊരു സൺഡേ ആണ്, ഹോളിഡേ ആണ്, ഈ ക്ലാസ്സിന് പോകണ്ട. ഇതാണ് ഞങ്ങളെ വേൾഡ്. ഈ വീട് പഴയ വീടാന്ന് വെച്ചാൽ കുടുംബ വീടാണ്. ഞങ്ങളെ പുതിയ വീട് വയ്ക്കുന്നുണ്ട്. കുടുംബ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നത് ഓടൊക്കെയുണ്ട്. നമുക്ക് സങ്കടം തോന്നും. ഒരു കുഞ്ഞു കുട്ടി, ഒരു 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന പോലെ തോന്നുന്ന ഒരു ചെറിയ കുട്ടി ആ വീടൊക്കെ അടിച്ചു വാരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ നമ്മൾ വീടൊക്കെ അടിച്ചു വാരില്ലേ, ആ ഒരു ഫീലാണ് നമുക്കത് കാണുമ്പോൾ തോന്നുക. എന്നിട്ട് ആ കുട്ടി അതൊക്കെ അടിച്ചു വാരിയിട്ട് ആ റൂമിന്റെ വാല് തുറന്നിട്ട് പുറത്തേക്ക് അടിച്ചു കൂട്ടിയിട്ട് ആ റൂം അങ്ങ് അടയ്ക്കും. അതാണ് അവരുടെ ഡേ ഇൻ മൈ ലൈഫ്. എന്ന് വെച്ചാൽ അതിൽ കുറേ എന്തോ വളപ്പൊട്ടൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ ആ പുറത്ത് നടക്കുന്ന ആളുകളെയൊക്കെ കാലിൽ കുത്തിക്കോട്ടെ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതോ ഇനി പുറത്തുള്ളത് അടിച്ചു വാരാൻ വേറെ ആരെങ്കിലും
വരുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലോകം, ഈ റൂമാണ് ഞങ്ങളുടെ ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ തന്നെ ഒരു എന്തോ ആ പയ്യൻ തന്നെ ഇരുന്ന് പെയിന്റ് അടിച്ച പോലെ കുറച്ച് ഭാഗമൊക്കെ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു പഴയ റൂമാണ്. എന്തായാലും ആ കുട്ടി അവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്നു. പിന്നീട് അവരൊരു വീഡിയോ ഇട്ടു. അത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ കുട്ടി രാവിലെ എണീക്കുന്നു, എന്നിട്ട് ഈ കുട്ടി ഒരുങ്ങുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ടുണ്ട്. ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒരു വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. ഇനി നേരെ ഒന്ന് ഒരുങ്ങണം. പിന്നെ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അമ്മ ഇവിടെ പാത്രം കഴുകുന്നു. ഞാൻ ചെയ്യുന്നത് ഈ ഒരു കണ്ണാടിയിലാണ്. മാക്സിമം പിടിച്ച് യൂസ് ചെയ്യാൻ നോക്കൂ പോലും. ഹലോ ഗൈസ്, അമ്മ പാത്രം കഴുകിയ വെള്ളം കളയാൻ വേണ്ടി പോവുകയാണ്. അമ്മയ്ക്ക് രാവിലെ എണീറ്റ് അടുക്കളയിൽ കിടന്ന് യുദ്ധമാണ് കേസ്. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് അമ്മക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അതിനുള്ള ഓട്ടത്തിലാണ് അമ്മ. അത് കഴിഞ്ഞ് അമ്മയ്ക്കും പോകണം. അമ്മ ഹരിതകർമ്മസേന വർക്ക് ചെയ്യും. പിന്നെ ചോട്ട് മാത്രമേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ചോറും നമ്മൾ ഒരുങ്ങി റെഡിയാക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡും കൂടെ അപ്പം കഴിക്കണം. അടുത്തത് ചോറ് വന്നിരിക്കുകയാണ്. ക്യാബേജ് തോരൻ, ചമ്മന്തിയാണ് ഉള്ളത്. പിന്നെ സാമ്പാർ പോലെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, ഞാൻ വിഷയപ്പെടുത്തില്ല. നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ കുട്ടി ഒരുങ്ങുകയാണ്. പിന്നെ അമ്മേനെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടി അടുക്കളയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആ കുട്ടി അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. അല്ല, ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പഠിക്കുന്ന കുട്ടിയാണ്. അതിന് എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് നിലയിൽ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് തോന്നുള്ളൂ. അത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പഠിക്കട്ടെ. അത് എന്തായാലും ആ അമ്മ പാവം ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ആ കുട്ടി അത് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ പ്രധാന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ അമ്മ ജോലി ചെയ്യാൻ വേണ്ടി രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. ഈ പെൺകുട്ടി സ്കൂളിൽ പോകുന്നു. ഈ പയ്യൻ കൊണ്ടാക്കുന്നുണ്ട്, സ്കൂട്ടറിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ പയ്യൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഈ പയ്യൻ പറയാണ്, ഞാൻ ഇനി വൈകുന്നേരം വരെ ഇവിടെ പോസ്റ്റാണ് ഗൈസ് എന്ന്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, കുളിച്ച് ഫ്രഷായി. ഞാൻ അവിടെ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളൊക്കെ കാണിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി അവൾ വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. എന്ന് വെച്ചാൽ ഈ പയ്യന് യാതൊരു ജോലിയും കൂലിയും ഒന്നുമില്ല. ഈ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യൻ വന്നിട്ട് റൂമിൽ കയറി കിടന്നുറങ്ങുന്നു. വൈകുന്നേരം വരെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി വൈകുന്നേരം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നിനക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കൂടായിരുന്നോ എന്ന് പറയുന്നുണ്ട്. തിരിച്ചു വന്നിരിക്കുകയാണ് വൈകുന്നേരം. നാളെ അവധിയാന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. എനിക്ക് പ്രിന്റ് എടുക്കാൻ പോകണം ബയോളജിയിൽ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം മന്തിക്കടയിലെ മന്തിയും കൂടെ നാളെ സ്കൂളില്ലെന്ന് പറയുന്നു. കാണാൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇല്ലെങ്കിൽ നാളെ നല്ല കിടുക്കച്ച് വ്ളോഗുകൾ ഇടുന്നതാണ് ഗൈസ്. പെട്ടെന്ന് അകത്ത് കയറണം, മന്തി കഴിക്കണം. അതാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. ഞാൻ ഇതൊന്നും വൃത്തിയാക്കാതെ ഞാൻ ഇവിടെ പോയപ്പോ മറ്റേ ഡ്രസ് അവിടെ അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം നീ എന്തുകൊണ്ട് വൃത്തിയാക്കുന്നില്ല? ഒരു മന്തി കുതിച്ചാണ് പൊന്നു. ഞാനിവിടെ നിന്നെ കാണാതെ പോസ്റ്റ് ആയിരുന്നു. എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ ചോട്ടു, ഇവിടെയൊക്കെ വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ആ അമ്മ അതുവരെ വൈകുന്നേരം ഈ പെൺകുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴും ആ അമ്മ വന്നിട്ടില്ല. ആ അമ്മ ജോലിക്ക് പോയതാണ്. വൈകുന്നേരം കുറച്ചുകൂടെ കഴിയും അമ്മ വരാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ അമ്മയും അച്ഛനും ഉണ്ടായിരിക്കാം. അച്ഛനും അധ്വാനിച്ചു കൊണ്ട് തരുന്ന ആ അന്നം തിന്നിട്ടാണ് ഈ മോൻ ജീവിക്കുന്നത്. മോന് ഭാര്യയുണ്ട്, മോൻ പോറ്റുന്ന, മോൻ കല്യാണം കഴിച്ച് പൊന്നുപോലെ നോക്കാൻ കൊണ്ടുവന്ന ഏതോ ഒരു അച്ഛനും അമ്മയും എവിടെയോ ഭയങ്കര സ്നേഹത്തോടെ നോക്കി വളർത്തി വലുതാക്കിയ ഒരു മോള്. ആ മോളെ കൊണ്ടുവന്നിട്ട് ആ മോന് ഒരു നേരത്തെ അന്നം കൊടുക്കാനുള്ള വകുപ്പില്ല. അതിന് ഇവന്റെ അമ്മ ഹരിതകർമ്മസേനയിൽ പോയിട്ട് കണ്ട ആളുകളുടെ വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഇവന് അന്നം കൊടുക്കാനായിട്ട്. അവരൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. അവരൊക്കെ പാവങ്ങളും അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഈ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരൊക്കെ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ് എന്നാണ്. വിവാഹം കഴിക്കുന്നു, പ്രേമിച്ച ആളെ വിവാഹം കഴിക്കുന്നു. അത് ഭയങ്കര ജീവിതത്തിൽ എന്തോ വലിയ സംഭവമാണ്. പഠിക്കേണ്ട സമയത്ത് എന്ന് വെച്ചാൽ സ്കൂൾ പഠിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. ആ കുട്ടി ഒന്നും ആയിട്ടില്ല. ആ പയ്യെന്ന് പറഞ്ഞാൽ ജോലിയില്ല. അത് ITI കഴിഞ്ഞതാണെന്ന് പറയുന്നു. ആണോ അല്ലേന്ന് അറിയില്ല. ഇന്റർവ്യൂലൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്, ആ വർക്ക്ഷോപ്പിൽ ഞാൻ ഇനി ജോലി ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ നോക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഇത്രയും ദിവസം ഡേ ഇൻ മൈ ലൈഫും ഈ സ്കൂളിൽ പോകുന്നതൊക്കെ കാണിച്ച സമയത്ത് ഈ പയ്യൻ വർക്ക്ഷോപ്പ് പോയി ജോലി ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും ഇത് ഞാനൊരു പരിഹാസത്തോടെ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോഴല്ലോ നമ്മളെ നെഞ്ച് തകർന്നു പോകും. നമ്മളുടെ മക്കളാണ് ആ സ്ഥാനത്ത് വെച്ചാണ്ടല്ലോ ഒരിക്കലും നമ്മളൊന്നും സഹിക്കില്ല. ആ
അച്ഛനും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് സഹിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ കുട്ടികളൊക്കെ നിങ്ങളിങ്ങനെ ഇഷ്ടത്തിന് ചെയ്യുന്നു, പക്ഷെ പിന്നീടും ഇവരെ തുടർന്നും ഈ അച്ഛനും അമ്മേനെയും സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും കല്യാണം കഴിച്ചു, ഇനി നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പയ്യനെന്ന് പറഞ്ഞാൽ ജോലിയില്ല, ഇനി ഇവർക്ക് ഈ യൂട്യൂബ് നടത്തി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണം മുന്നോട്ട് ജീവിതം നയിക്കാൻ. അങ്ങനെ ജീവിക്കുന്നവരില്ലേ? അതിന്റെ അടിയിൽ അവർ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? ആ കുട്ടി അവിടെ സന്തോഷത്തോടെയല്ലേ? ആ കുട്ടിയുടെ ഇതിന്റെ കമന്റ് ബോക്സ് ആണ് ഭയങ്കര ശോകം. ഇതിന്റെ ആ കമന്റ് ബോക്സിൽ ഒക്കെ ഉണ്ടല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പാൽക്കുപ്പികളുടെ പ്രണയത്തിന്റെ എന്താ പറയാ, ഒരു വാഴ്ത്തുഗീതം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇടയിൽ, കവിതകളൊക്കെയാണ് രചിച്ചു വെച്ചിരിക്കുന്നത്. ചേട്ടാ ചേച്ചി നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അവർ പറയുന്നത്, ഈ കുട്ടികളൊക്കെ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്ന കുട്ടികളൊക്കെ പറയുന്നത്, അവർക്ക് വീട്ടിൽ ആ കുട്ടിക്ക് ഭയങ്കര ടോർച്ചറായിരുന്നു, ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ അമലിന്റെ കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ 16, 17, 18 വയസ്സുള്ള പെൺകുട്ടി ഏതോ ഒരു ജോലിയും കൂലിയില്ലാത്ത, കണ്ടറിയാം അവൻ അത്രയൊരു ഒന്നുമല്ല, വെറുതെ കറങ്ങി നടക്കുന്ന ഒരു പയ്യനെന്ന് നമുക്ക് കണ്ടറിയാം. നല്ലൊരു ജീവിത സാഹചര്യം ഇല്ല, നല്ലൊരു ജോലി ഇല്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല. അങ്ങനത്തെ ഒരു പയ്യനെ പ്രേമിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പിന്നെ എന്തോ ഇവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുക്കുമോ? നിങ്ങൾ പോയിക്കോ മക്കളെ, നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ കൂടെ പറഞ്ഞു വിടുമോ? എനിക്ക് തോന്നുന്നില്ല, ഞാനാണെങ്കിൽ വിടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇനി ഇവര് യൂട്യൂബൊക്കെ നടത്തി, യൂട്യൂബിലൊക്കെ കാശ് കിട്ടും. കാരണം ഇമാതിരി ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഇത് കണ്ട് പരിഹസിച്ച് ചിരിക്കാൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഇവരുടെ ഈ പാൽക്കുപ്പി ഫാൻസ് ഉണ്ടല്ലോ, അവർക്ക് അമ്മമാരും അച്ഛന്മാരും റീചാർജ് ചെയ്ത് വെച്ച മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈൽ എടുത്തിട്ട് ഇമാതിരി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഹായ് ഹായ് എന്ന് പറയാൻ നല്ല രസമാണ്. അപ്പൊ അവരെന്തായാലും ഇത് കൂടുതൽ ആളുകളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ നമ്മളെ യൂട്യൂബിൽ തന്നെ എത്രയോ ഉദാഹരണം കിടക്കുന്നുണ്ട്. ഒരു ഡ്രീം റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ പോയി, പിന്നെ അവർ വേറൊരു പേരിൽ ഇപ്പോൾ ചാനലൊക്കെ നടത്തുന്നുണ്ട്. ആ പുള്ളി ഇതേപോലെ വെക്കേഷൻ സമയത്തല്ല, കൊറോണ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണ് കോഴിക്കോട് പോയിട്ടൊരു പെൺകുട്ടീനെ പ്രേമിച്ച്, കോഴിക്കോടിലെ പെൺകുട്ടീനെ ഓൺലൈനിൽ പ്രേമിച്ചിട്ട് ആ പെൺകുട്ടീനെ ആ കൊറോണ സമയത്ത് അവിടുന്ന് ചാടിച്ചു കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് കല്യാണം നടത്തി. എന്നിട്ട് കല്യാണത്തിന്റെ വീഡിയോ അതുവരെ ആ പയ്യന് ഒരു വ്യൂസും ഇല്ല. ആ പയ്യൻ യാത്രയൊക്കെ നടത്തുന്നുണ്ട്, വല്ല 500, 1000 വ്യൂസുള്ള ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടീനെ വിവാഹം കഴിച്ചു. രജിസ്റ്റർ വിവാഹം, വീട്ടുകാരൊന്നും ചേർന്നില്ല, ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു, വിവാഹം കഴിച്ചു. അതിന്റെ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തതും ആളുകൾ അങ്ങോട്ട് കുതിച്ചു കയറി ഈ വീഡിയോ കാണാൻ തുടങ്ങി. അതോടുകൂടി ആ പയ്യന്റെ ചാനലും മോണിറ്റൈസ് ആയി, അവൻ വലിയ യൂട്യൂബറായിട്ട് വളർന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ജീവിച്ചു. ഈ പയ്യന്റെ വീട്ടിൽ ജീവിക്കുന്നു. ഈ പെൺകുട്ടിക്ക് കോഴിക്കോട് നിന്ന് വന്ന പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. തിരുവനന്തപുരത്തെ സാഹചര്യമായിട്ട് ആ പെൺകുട്ടിക്ക് രണ്ട് കൾച്ചറാണ്. എത്രമാത്രം യോജിച്ചു പോകാൻ പറ്റുമെന്നറിയില്ല. സ്വന്തം വീട്ടുകാരെ തള്ളി പറഞ്ഞു വരുന്ന കുട്ടികൾ വേറെ അന്യന്റെ വീട്ടിൽ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും തോന്നുന്നുണ്ടോ? എനിക്കത്ര തോന്നുന്നില്ല. എന്തായാലും ഈ പയ്യന്റെ വീട്ടിൽ വന്നു. ആ പെൺകുട്ടിയോടെ ആ പയ്യന്റെ അമ്മയും പെൺകുട്ടിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. കുറേ തവണ ഇവർ വാടകയ്ക്ക് പോയി, കുറേ തവണ തെറ്റിപ്പോയി, കുറേ തവണ തിരിച്ചു വന്നു, കുറേ തവണ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി. ഇതിൻ്റെ ഇടയിൽ ഇവന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായി, പയ്യൻ ഹോസ്പിറ്റലിലായി. ഇതും ഒരു ചെറിയ പെൺകുട്ടിയാണ്, ഈ വൈഫ് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികളാ തോന്നുന്നു, 2 കുട്ടികൾ ഉണ്ടായി. പിന്നെ ഈ പയ്യന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, യൂട്യൂബ് തന്നെയാണ് ഇവരുടെയൊക്കെ. ഇവരെന്തറിയോ, അതുവരെ ജോലിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന പയ്യന്മാരും യൂട്യൂബ് തുടങ്ങുന്നതോടുകൂടെ പിന്നെ യാതൊരു ജോലിക്കും പോവില്ല. അപ്പൊ അങ്ങനെ ജോലിയൊന്നും ഇല്ലാതായി. എന്തായാലും പിന്നീട് ഈ പയ്യൻ എന്തോ ഒരു കട, നമ്മുടെ ഈ ജ്യൂസൊക്കെ വിൽക്കുന്ന പോലത്തെ ഒരു കട തുടങ്ങണ്ടായി. അത് നന്നായി പോകുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് അവരുടെ ചാനൽ നോക്കാറില്ല. അതിൻ്റെ ഇടയിൽ അവരുടെ ചാനൽ പോയിരുന്നു. പിന്നീട് അവർ ആ പെൺകുട്ടി തുടങ്ങി വെച്ചൊരു ചാനലിലാണ് ഇപ്പൊ അവർ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതിലും അവരിടയ്ക്ക് അമ്മയായിട്ട് തെറ്റുന്നു, ഇടയ്ക്ക് വീട്ടിൽ പോകുന്നു, ഇടയ്ക്ക് വീണ്ടും യോജിക്കുന്നു, ഇടയ്ക്ക് ഇവരെല്ലാവരും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ ജീവിതം ഒരു സുഖമില്ലാത്ത താളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് നന്നായി മുന്നോട്ട് ജീവിക്കാന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പയ്യനെ സംബന്ധിച്ച് ഇപ്പൊ ഈ പൂജ അമൽ എന്ന് പറയുന്ന ഈ അമലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാൻ ആ പയ്യനൊരു ജോലി അറിയില്ല. ആ പയ്യനൊരു ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വിവാഹം കഴിച്ചു കൊണ്ടിരുമ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവില്ലേ? അത്യാവശ്യം ഒരു ടൈൽസ് പണിക്കെങ്കിലും പോയില്ലേ ഈ പയ്യന്മാർ? അല്ലെങ്കിൽ വേണ്ട ഒരു കാറ്ററിങ്ങിനെങ്കിലും പോയിട്ട് 10 രൂപ ഉണ്ടാക്കിയിട്ട് ഭാര്യനെ നോക്കാൻ വിചാരിക്കില്ല. അല്ലാതെ അമ്മ ഹരിതകർമ്മസേനയുടെ ജോലിക്ക് പോയിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ജീവിക്കാന്ന് വിചാരിക്കും. എന്തായാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം. നമ്മൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ മാതാപിതാക്കളൊക്കെ കാണുന്നെങ്കിൽ അവരെ കൂടുതൽ കുത്തി നോക്കുന്ന പോലെ ആയിരിക്കും എന്നറിയാം. പക്ഷെ നമ്മൾ കുറച്ചെങ്കിലും ഈ കുട്ടികൾ ഇത് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇതിന്റെ അടിയിലുള്ള കമന്റ് ബോക്സ് കാണുമ്പോഴാണ് നമുക്ക് പേടിയാവുക. ദൈവമേ, ഈ കുട്ടികൾ മുഴുവൻ ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളാണോ? നമ്മൾ 2K
2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടികൾക്കൊന്നും യാതൊരു യാഥാർത്ഥ്യബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വിചാരിക്കുന്ന ഈ യൂട്യൂബിൽ കാണുന്ന അടിച്ചുപൊളിയാണ് ജീവിതം എന്നാണ്. യൂട്യൂബിൽ കാണുന്നു, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുറേ പ്രൊമോഷൻ കിട്ടുന്നു, കുറേ ഡ്രസ്സ് കിട്ടുന്നു, കുറേ ഫ്രെയിം കിട്ടുന്നു, ഇതൊക്കെയാണ് ജീവിതം എന്നാണ് ഇവരുടെ വിചാരം തോന്നുന്നു. എന്തായാലും ഇതൊരു നല്ല നിലപാടേ അല്ല. സത്യത്തിൽ ആ ചാനലൊന്നും നമ്മൾ പറഞ്ഞു പോലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവര് വരുമാനം കിട്ടണ്ടാവെന്ന് ഞാൻ വിചാരിക്കില്ല. ആ പെൺകുട്ടിക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കണമല്ലോ. പക്ഷെ ആ അച്ഛനും അമ്മയുടെയും വേദന എന്താ പറയുക, എങ്ങനെയാണ് ഇവരൊക്കെ ഇനി മുന്നോട്ട് പോവുക? നമ്മൾ തന്നെ ഇത് നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ ഈ ദുരന്തം കാണേണ്ടി വരുന്ന ഓർക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഇത് അനുകരിക്കുന്ന കുട്ടികൾ, ഇത് എത്രയോ കുട്ടികൾ കണ്ടിട്ട് അനുകരിക്കുന്നവരുണ്ടായിരിക്കും. പൂജ ചേച്ചി അമലേട്ടനും അത്ര നന്നായിട്ട് ജീവിക്കുന്നില്ലേ? ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ കമന്റ് വരും, അവർ നന്നായി ജീവിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്തിനത് പറയുന്നതെന്ന്. ഇതിൻ്റെ അടിയിൽ വലിയ ആളുകളുടെ കമന്റും ഉണ്ട്. മോള് കുറച്ചെങ്കിലും അമ്മയെ അടുക്കളയിൽ സഹായിക്കണം, പഠിക്കുന്ന സമയം മാറ്റി വെക്കണം, കുറച്ച് സമയം രാവിലെ പോയി അമ്മയെ സഹായിക്കണം, അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന ആളുകളുടെ കമന്റ് ഉണ്ട്. ആ കുട്ടി കുറച്ചെങ്കിലും പഠിച്ച് ഒരു ജോലിയായി. സത്യത്തിൽ ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് പറയായിരുന്നു, കുറച്ചുകൂടെ കാത്തിരിക്കുക, കുറച്ചുകൂടെ വലുതായ ശേഷം നിങ്ങളെ ഇഷ്ടതുപോലെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിത്തരാം, അല്ലെങ്കിൽ പഠിക്കുക, ഒരു ജോലി വാങ്ങിയ ശേഷം ഞങ്ങൾ നടത്തിത്തരാം, അല്ലെങ്കിൽ ആ പയ്യനൊരു നല്ല ജോലിയായിട്ട് വരട്ടെ, അപ്പം നടത്തിത്തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ നന്നായി പോയേനെ. അല്ലെങ്കിൽ കുറച്ച് 1-2 വർഷം കഴിയുമ്പോൾ ഇവർ മറന്നേ പോയേനെ ഈ സ്നേഹത്തിനെ കുറിച്ച്. ആ പയ്യൻ മറന്നു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്ര നല്ലൊരു പെൺകുട്ടീനെ ചുളിവിൽ കിട്ടുമ്പോൾ ആരും മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടുകാർക്കും ഒരു അബദ്ധം പറ്റിപ്പോയി. അവരത് അത്രയും ഒരു വഷളാക്കിയ പോലെയായി. ഒരു 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടീനെ +2 കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒന്നിച്ച് ഓടിപ്പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു വ്ളോഗാണ് അവരുടെ. നമ്മളൊരു സന്തോഷത്തോടു കൂടിയല്ല വ്ളോഗ് കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്തായിപ്പോയി അവരുടെ ജീവിതം, ആ പെൺകുട്ടിയുടെ ജീവിതം എന്തെങ്ങനെ ആയിപ്പോയെന്ന് നമുക്കൊരു ദുഃഖം തോന്നും. എന്തായാലും ഇത് ആരും അനുകരിക്കരുത് കുട്ടികളെ. കുട്ടികൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതൊന്നും അനുകരിക്കരുത്. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ആ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മളെ വീട്ടുകാരുടെ കൂടെ, നമ്മളൊരു 20-25 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങൾ നമ്മളെ വീട്ടുകാരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയേണ്ട വർഷങ്ങളാണ്. പിന്നീട് നമ്മൾ വിവാഹമൊക്കെ കഴിച്ചു പോയി ജോലിയൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമുക്കൊരു 10 ദിവസം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്ന് നിൽക്കണം വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. പക്ഷെ നമ്മുടെ ആദ്യത്തെ ഒരു 10-20-25 വർഷം ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ വർഷമാണ്. നമ്മൾ പിന്നെ ലൈഫ് എന്തായി തീരുന്നു പറയാൻ പറ്റില്ല. നമ്മൾ വിവാഹം കഴിക്കുന്ന ആളുകൾ എങ്ങനെയായി തീരുന്നു പറയാൻ പറ്റില്ല. നമുക്ക് കൃത്യമായ ജോലി കിട്ടുമോ, നമ്മുടെ ജീവിതം അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ നന്നായി ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് പോലെ ആരും നമ്മളെക്കുറിച്ച് വിചാരിക്കില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പം അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നതും ചെയ്യുന്നതും എന്നുള്ള ബോധ്യം വേണം. ഈ ലോകത്ത് നമ്മൾ നന്നായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, സ്കൂളിലെ ആ ഒരു കാലം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുന്ന കാലം. കോളേജൊക്കെ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ എൻജോയ് ചെയ്യേണ്ട ഒരു കാലമാണ്. ആ കാലത്തൊക്കെ നമ്മൾ വിവാഹം കഴിച്ച് ഭർത്താവും കുട്ടികളും ഭർത്താവിൻ്റെ നിയമങ്ങളും ഒക്കെ ആയിട്ട് കഴിയണം വെച്ചാൽ എന്തൊരു കഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാലമാണ് നിങ്ങളുടെ കുട്ടിക്കാലം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന കാലം, നിങ്ങളുടെ ജോലി കിട്ടുന്ന വരെയുള്ള കാലം, നിങ്ങൾ ജോലി കിട്ടി അഭിമാനത്തോടെ ഒരു ആദ്യത്തെ ശമ്പളെങ്കിലും വാങ്ങി നിൽക്കുന്ന ഒരു കാലം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തി ഇത്തരം പ്രേമം എന്ന് പറയുന്നതിൻ്റെ പുറകെ പോവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.